ധനപ്രതിസന്ധിയിൽ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തി നിയമസഭയിൽ പ്രതിപക്ഷം. നികുതി പിരിവിൽ വലിയ വീഴ്ചയുണ്ടെന്നും ധനവകുപ്പ് പരാജയമാണെന്നും അടിയന്തര പ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷം വിമർശിച്ചു. ധനവിനിയോഗത്തിൽ സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടുവെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. ഒരു ശാസ്ത്രീയമായ പരിശോധനയും ഒരു ശാസ്ത്രീയമായ അപ്രോച്ചും ഈ നികുതി പിരിവിനെ സംബന്ധിച്ചോ നികുതി ഘടനയെ സംബന്ധിച്ചോ ടാക്സ് അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ചോ ഈ ഗവൺമെന്റിന് ഇല്ല. കേരളത്തിന്റെ ചരിത്രത്തിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇതുപോലെ പരാജയപ്പെട്ട ഒരു സർക്കാർ ഈ ചരിത്രത്തിൽ കേരളത്തിനുണ്ടായി. കേന്ദ്രം വൻതുക വെട്ടിക്കുറച്ചെങ്കിലും സർക്കാർ ചെയ്യേണ്ടത് ചെയ്യാതിരുന്നിട്ടില്ല എന്നാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിന്റെ മറുപടി. വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. നികുതി പിരിവ് മോശമെന്ന അഭിപ്രായം സർക്കാരിനില്ല എന്നും പ്രതിപക്ഷ നേതാവിന് മന്ത്രി മറുപടി നൽകി. ഈ സമ്മേളനം ചർച്ച ചെയ്യുന്ന നാലാമത്തെ അടിയന്തര പ്രമേയമാണ് ഇന്നത്തേത്. സലീം മാലിക് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സലീം, ഈ സഭാ കാലയളവിൽ നാലാമത്തെ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാൻ സർക്കാർ സന്നദ്ധമായി എന്നത് പ്രധാനമാണ്. ഈ ധനപ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുള്ള പ്രതിസന്ധി അത് സർക്കാരിന്റെ കെടുകാര്യസ്ഥതയിൽ നിന്ന് രൂപപ്പെട്ടതാണ് എന്ന വിമർശനം പ്രതിപക്ഷം അതിശക്തമായി ഉയർത്തുന്നത് കണ്ടു. ഭരണപക്ഷത്തു നിന്നുള്ള മറുപടി, ധനമന്ത്രിയുടെ മറുപടി, വിശദാംശങ്ങൾ സലീം മാലിക്. രജിത്ത്, ഈ സഭാ കാലയളവിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന 5 അടിയന്തര പ്രമേയങ്ങളിൽ അതിൽ 4 ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഈ സർക്കാരിൻ്റെ കാലയളവിലെ 17ാമത്തെ അടിയന്തര പ്രമേയ ചർച്ചയാണ് ഇന്ന് നടന്നത്. ഇന്ന് ഈ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധിയിലും നികുതി പിരിവിലും സർക്കാർ സമ്പൂർണ്ണ പരാജയമാണെന്നും അതുമൂലം സംസ്ഥാനത്ത് ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നു എന്നുള്ളതുമായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ വാദം. അതിനെ സാധൂകരിക്കാനായി വിവിധ ഉദാഹരണങ്ങളും പ്രതിപക്ഷം നിരത്തുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഈ സ്വർണ്ണവില കുതിച്ചുയർന്നിട്ട് പോലും ആ വിഷയത്തിൽ പോലും നികുതി ഉയർത്താൻ സർക്കാർ തയ്യാറായിട്ടില്ല. അതേസമയം അത് അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ നികുതി വരുമാനത്തിൽ സർക്കാരിന് വലിയ നേട്ടമുണ്ടാക്കാമായിരുന്നു. അതുപോലും നടത്താൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രതിപക്ഷം കുറ്റപ്പെടുത്തിയത്. അപ്പോഴും സർക്കാരിൻ്റെ ഭാഗത്ത് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞത് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്രത്തിൻ്റെ തെറ്റായ നയങ്ങളാണ്. പക്ഷേ അങ്ങനെ നിൽക്കുമ്പോഴും കേന്ദ്രം സഹകരിക്കാതിരിക്കുമ്പോഴും സംസ്ഥാനം ഒരു കാര്യത്തിനും മുടക്കം വരുത്തിയിട്ടില്ല. മാത്രമല്ല, നികുതി പിരിവ് മോശമാണെന്ന അഭിപ്രായം സർക്കാരിനില്ല എന്നുള്ളതായിരുന്നു ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞത്. നികുതി പിരിവിൽ ഒരു ഒത്തുതീർപ്പും നടത്തിയിട്ടില്ല എന്നായിരുന്നു പറഞ്ഞത്. എന്നാൽ ശാസ്ത്രീയമായ രീതിയിലല്ല നികുതി പിരിവ് നടത്തുന്നത് എന്നുള്ളതായിരുന്നു പ്രതിപക്ഷം അതിനിടെ പറഞ്ഞത്. അതിന് കാരണമായി ചൂണ്ടിക്കാണിച്ചത് സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് SC/ST വിദ്യാർത്ഥികളുടെ 10,000 പവൻ സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നതുൾപ്പെടെയാണ് പ്രമേയാവതാരകനായ മാത്യു കുഴൽനാടൻ പറയുകയും ചെയ്തത്. അങ്ങനെ വലിയ നിലയിലുള്ള വാദപ്രതിവാദങ്ങൾക്ക് ഈ അടിയന്തര പ്രമേയ ചർച്ച സാക്ഷിയായി. പക്ഷേ അപ്പോഴും ഈ പ്രമേയ ചർച്ചയ്ക്കിടയിൽ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ബെഞ്ചുകളിൽ ആളില്ലാത്ത ഒരു സ്ഥിതി പലപ്പോഴും ഉണ്ടായിരുന്നു. അത് സ്പീക്കർ തന്നെ അക്കാര്യം കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഗൗരവത്തിലൊരു ചർച്ച നടക്കുമ്പോഴാണ് ആളുകൾ ഈ നിലയിൽ ഇവിടെ ഉണ്ടാകാതിരുന്നത് എന്നുള്ളതാണ് സ്പീക്കർ ആ ഘട്ടത്തിൽ കുറ്റപ്പെടുത്തിയത്. രഞ്ജിത്ത്. സലീം മാലിക് നിയമസഭയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഈ സഭാ കാലയളവിൽ 5 അടിയന്തര പ്രമേയ നോട്ടീസുകളാണ് പ്രതിപക്ഷം നൽകിയതെങ്കിൽ അതിൽ 4നും സർക്കാർ ചർച്ചയ്ക്ക് സന്നദ്ധമായി എന്നുള്ളത് പ്രധാനമാണ്. ഒന്നിൻ്റെ കാര്യത്തിലാണെങ്കിൽ അത് കോടതിയുടെ പരിഗണനയിലുള്ള വിഷയം എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു നേരത്തെ അനുമതി നൽകാതിരുന്നത്. എന്തായാലും ധനപ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഭരണപക്ഷത്തുനിന്നും പ്രതിപക്ഷത്തുനിന്നും അതിശക്തമായ വാദങ്ങളാണ് നിയമസഭയ്ക്ക് മുമ്പിലേക്ക് ഉയർത്തിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.